ഇനി പോക്കോ M7ഉം iQOO Z10 ലൈറ്റും താരതമ്യം ചെയ്യുമ്പോൾ മികച്ചത് ഏതെന്ന് നോക്കാം. പോക്കോ M7 5160 mAh ബാറ്ററി വരുമ്പോൾ iQOO Z10 ലൈറ്റിന് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. M7നേക്കാൾ 10 മണിക്കൂർ നേരത്തോളം അധികം Z10 ലൈറ്റ് ഒറ്റ ചാർജിൽ ഉപയോഗിക്കുവാൻ കഴിയും. M7 2.2 GHz ക്ലോക്ക് സ്പീഡ് ഉള്ളപ്പോൾ Z10 ലൈറ്റിന്റെ ക്ലോക്ക് സ്പീഡ് 2.4 GHz ആണ്. Z10 ലൈറ്റിൽ ഈ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ചാർജ് ചെയ്യാവുന്ന റിവേഴ്സ് ചാർജിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. M7ൽ അതില്ല. M7നേക്കാൾ 2 ഗ്രാം വെയിറ്റ് Z10 ലൈറ്റിന് കുറവാണ്. M7 205 ഗ്രാം വെയിറ്റ് ഉള്ളപ്പോൾ Z10 ലൈറ്റിന് 202 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ M7 Z10 ലൈറ്റിനേക്കാൾ ഡിസ്പ്ലേ സൈസ് കൂടുതലുണ്ട്. 0.14 ഇഞ്ചസ് ആണ് M7 ഡിസ്പ്ലേ സൈസ് കൂടുതലായി വരുന്നത്. ഒപ്പം Z10 ലൈറ്റിന് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളപ്പോൾ M7 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. എന്നാൽ Z10 ലൈറ്റിന് 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ളപ്പോൾ M7 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് മാത്രമാണുള്ളത്. ഔട്ട്ഡോറിൽ ഡെലിവറി ഉൾപ്പെടെ ചെയ്യുന്നവർക്ക് Z10 ലൈറ്റ് ആയിരിക്കും ഈ രണ്ട് ഫോണുകളിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ചോയ്സ്. ബഡ്ജറ്റ് ഫോണുകളിൽ ആന്റിറ്റ്യൂഡ് സ്കോർ നോക്കേണ്ട കാര്യമില്ല. എങ്കിലും M7 450K+ ആണ് ആന്റിറ്റ്യൂഡ് സ്കോർ കാണിക്കുന്നത്. Z10 ലൈറ്റിന് 433K ആണ് സ്കോർ വരുന്നത്. റിയർ ക്യാമറ ഒരുപോലെ വരുന്നുണ്ട് എങ്കിലും ഫ്രണ്ട് ക്യാമറ വ്യത്യാസമുണ്ട്. Z10 ലൈറ്റിന് 5 മെഗാ പിക്സൽ ഉള്ളപ്പോൾ M7 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. എന്നാൽ ഈ വ്യത്യാസം കണക്കിലെടുക്കേണ്ട കാര്യമില്ല. 2.2 അപ്പർച്ചറുള്ള രണ്ട് ക്യാമറകൾ നൽകുന്ന ചിത്രങ്ങൾ ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ഫോണുകളിൽ മികച്ചത് ഏതെന്ന് നോക്കാനുള്ള ക്രൈറ്റീരിയകൾ. ഈ പ്രൈസ് റേഞ്ചിൽ മികച്ച ഫോണുകൾ ആണ് രണ്ടും. എന്നാൽ നിങ്ങളുടെ യൂസ് ആണ് ഏത് ഫോൺ വേണമെന്ന് തീരുമാനിക്കുന്നത്. വീടിനുള്ളിൽ അല്ലെങ്കിൽ ഓഫീസിനുള്ളിൽ ഭൂരിഭാഗ സമയവും ഇരിക്കുന്നയാളാണെങ്കിൽ പരമാവധി വില കുറഞ്ഞ ഫോൺ നോക്കുന്നെങ്കിൽ പോക്കോ M7 തിരഞ്ഞെടുക്കാം. അതേസമയം ഔട്ട്ഡോറിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളാണ് എങ്കിൽ iQOO Z10 ലൈറ്റ് തിരഞ്ഞെടുക്കാം. നോർമൽ യൂസിന് മികച്ച രീതിയിൽ ഉപയോഗിക്കുവാൻ ഇരു ഫോണുകളും നല്ലതാണ്.